വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും തുടങ്ങുന്നത് നമുക്ക് പുതിയ അവസരങ്ങളുമായിട്ടാണ്. സമയത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ആൾക്കാരാണ് നമ്മൾ PSC ഉദ്യോഗാർത്ഥികളെന്ന് പറയുന്നത്. സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ എഴുതിയ ഓൾമോസ്റ്റ് എക്സാംസിൻ്റെയും റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതിന് സമയമൊക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും ഉപയോഗിക്കുക. 10th പ്രിലിംസ് കിട്ടാത്തവർ, LGS കിട്ടാത്തവർ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇരിക്കരുത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റെല്ലാ എക്സാമും വന്നോട്ടെ, നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനാണ് ഇനി അടുത്ത് നമുക്ക് വരുന്നൊരു എക്സാം. അതല്ലാണ്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനി ബോർഡ് LGS ആയിരിക്കണം. ഡിഗ്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും ഫോക്കസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ LD, LGS ഈ ഒരു രീതിയിൽ ഈ ഒരു എക്സാംസിന് നമുക്ക് വിളിക്കുന്ന നിയമനം എത്രത്തോളമാണോ ആ ഒരു രീതിയിൽ ഇനി നിയമനം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന LGSും കമ്പനി ബോർഡ് LGSും അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അധികം താമസമില്ലാതെ നമുക്ക് ജോലിക്ക് കയറണം എന്നൊരു ആഗ്രഹവും കാര്യങ്ങളും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത LGSും LDയും ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിച്ച ഉടനെ തന്നെ ജോലിക്ക് കയറണമെന്ന് മൈൻഡിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. പ്രിലിംസ് കിട്ടിയവരായിക്കോട്ടെ കിട്ടാത്തവരായിക്കോട്ടെ, ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കയറി പോകണം എന്ന് വിചാരിച്ച ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം കമ്പനി ബോർഡ് LGS എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ LGS പോലെ തന്നെയാണ് അതിൽ ഇംഗ്ലീഷും മലയാളവും ഒന്നും വരുന്നില്ല. മാത്സാണ് അതിനോട് ചേർത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അപ്പം ഇംഗ്ലീഷൊക്കെ പാടുള്ളവരാണെന്നുണ്ടെങ്കിൽ സുവർണ്ണ അവസരമല്ലേ അത്. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കേണ്ട. ആ ഒരു എക്സാംസിനാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ കമ്പനി ബോർഡ് LGS എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 10th ഉള്ളവർക്കും +2 ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആ ലെവലിലായിരിക്കും കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷെ നമ്മുടെ മുന്നിലൊരു വലിയ അവസരമാണ് കിടക്കുന്നത്. എന്തോരം സമയമുണ്ട്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എക്സാംസ് എന്തായാലും പ്രിലിംസും മെയിൻസൊക്കെ ആയിട്ട് നടത്തേണ്ടതുകൊണ്ട് അടുത്ത വർഷം എക്സാംസും കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ സമയമെന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമി പോലെ അങ്ങ് കിടക്കുകയാണ്. ഒരു ദിവസം നമ്മൾ ഒരു ടോപ്പിക്ക് വെച്ച് പഠിക്കാമെങ്കിലും നമുക്കിത് എക്സാംസിന് മുന്നേ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് റിവിഷനും കഴിഞ്ഞിട്ട് നമുക്ക് കോൺഫിഡൻറ്റോടുകൂടി ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സാമാണ് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചിന്തിക്കാനില്ല. നേരെ പോയിട്ട് ആ എക്സാംസിൻ്റെ സിലബസ് എടുക്കുക. ടോപ്പിക് ബേസ് അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഏരിയാസും കവർ ചെയ്ത് വരിക. കുറച്ച് മതി. നമ്മൾ ബുദ്ധിമുട്ടായിട്ട് വലിച്ചു വാരി പഠിച്ച് ഉറക്കം നിന്ന് അങ്ങനെയൊന്നും ചെയ്യേണ്ട. സമയം ഇഷ്ടംപോലെ നമ്മുടെ മുന്നിലുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ്. അപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ എക്സാമിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് LGS കണക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നിയമനം നടക്കുന്ന മെയിൻ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ആ ഒരു സിലബസ് വെച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം മറ്റ് സിലബസുകൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു ഡിഗ്രി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അതിന് താഴെയുള്ള ഇപ്പോൾ LGS ആയിക്കോട്ടെ, LD ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള കമ്പനി ബോർഡ് LGS ഈ ഒരു എക്സാമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പഠനം എന്ന് പറഞ്ഞാൽ അത്ര സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പഠിക്കുന്ന എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത്യാവശ്യം അത് കണ്ടിട്ട് ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. പഠിക്കുമ്പോൾ നമുക്ക് പാടുള്ള ഏരിയാസും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏരിയാസും പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന അങ്ങനെയുള്ള ഏരിയാസും ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഏരിയാസ് ഉണ്ടല്ലോ, നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ പഠിക്കാമെന്നും പറഞ്ഞത് മാറ്റി വയ്ക്കും. ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നത് തന്നെയാണ് ഞാനും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പാടാണെന്ന് കരുതി നമ്മൾ എപ്പോഴും അതങ്ങ് എടുത്ത് മാറ്റി വെക്കരുത്. നമുക്ക് എളുപ്പമുള്ളത് അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് പഠിച്ച് തീർത്തതിന് ശേഷം എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കുറച്ച് വീക്കായിട്ടുള്ള ഏരിയാസ് എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു ഭാഗമാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികളുണ്ടല്ലോ. അങ്ങനെ വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. നമ്മളുടെ
ഗ്രാമീണ ഭൂരഹിത തൊഴിലുറപ്പ് പദ്ധതി, ജവഹർ റോസ്ഗർ യോജന, ഇന്ദിരാ ആവാസ് യോജന, ദശലക്ഷം കിണർ പദ്ധതി, അങ്ങനെയുള്ള കുറച്ച് ആ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒന്നൊന്നിൽ ലയിച്ച വർഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസൊക്കെയാണ് അതായത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു പേപ്പർ എടുക്കും. ആ പോർഷൻ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഓൺ വേർഡ്സിൽ ഞാൻ അതൊരു പേപ്പറിൽ അത് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതിന് മുന്നേ ഒരു 5-10 മിനിറ്റോ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളത് നമ്മളുടെ മനസ്സിലത് പതിയുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഏറ്റവും ടഫുള്ള ഏരിയ നമ്മളുടെ ഏറ്റവും സിമ്പിൾ ഏരിയ ആക്കി മാറ്റേണ്ടത്. ആ ഏരിയ പഠിക്കണമെങ്കിൽ പിന്നെയും നമ്മൾ റാങ്ക് ഫയൽ തുറന്ന് നോക്കി വായിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം റാങ്ക് ഫയൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കിടക്കുകയാണല്ലോ. നമുക്ക് വേണ്ടത് മാത്രം നമ്മളത് വായിച്ച് നോക്കിയിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ ഒക്കെ നമ്മൾ എഴുതിയെടുക്കണം. അപ്പോൾ ഞാൻ പുതിയൊരു കാര്യം കൂടി അടുത്തിടക്ക് എൻ്റെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഡെയിലി ഇപ്പോൾ ഒരുപാട് പഴയതിലോട്ട് ഞാൻ പോകുന്നില്ല. കുറച്ചിപ്പോൾ നമ്മളുടെ പ്രീവിയസ് ആയിട്ട് നടന്ന LD, LGS, 10th ഇപ്പോൾ നടന്ന 10th പ്രിലിംസ്, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാംസ് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. അതായത് ഞാനൊരു പുതിയൊരു റാങ്ക് ഫയലല്ല, ഗൈഡെന്ന് പറയാം. റാങ്ക് ഫയൽ ഞാനത് ഒരെണ്ണം വാങ്ങിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അത്യാവശ്യം നല്ല റാങ്ക് ഫയലാണത്. അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അടുത്ത് കഴിഞ്ഞ എക്സാംസൊക്കെ അല്ലേ, അപ്പം നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പല ടെലിഗ്രാം ചാനലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ചെയ്ത് നോക്കുക. അന്നേരം നമുക്ക് ഏതൊക്കെയാണ് പോയത്, ഇല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് കുറച്ച് വീക്കായിട്ടുള്ള ഏരിയ എന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഗൈഡ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചുകൊണ്ട് അതൊന്ന് അനലൈസ് ചെയ്തിട്ട് റിലേറ്റഡ് ഫാക്ട്സും ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെയാണ് ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിൽ കൂടി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക എന്നുള്ളത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ടോപ്പിക്ക് പഠിക്കാൻ കൂടുതൽ എഫേർട്ട് ഇടുന്ന സമയത്ത് ആ ഒപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഒപ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കണം. അപ്പോൾ നമ്മൾ തന്നെ പോയി ഒരു ഇത് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് റിലേറ്റഡ് ഫാക്ട്സ് കണ്ടുപിടിച്ച് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക, വായിക്കാനും എളുപ്പമായിട്ടൊക്കെയുള്ള വല്ല റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഗൈഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ഗൈഡൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്ന അത്യാവശ്യം നല്ലൊരു ഗൈഡ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് 1-2 ബുക്കിനെ പറ്റിയൊക്കെ നോക്കിയിട്ട് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയൊരു ബുക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും പിന്നെ ബെവ്കോ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ബെവ്കോയുടെയൊക്കെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ നല്ലപോലെ പഠിക്കുക. ഓപ്ഷൻസ് അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ പുറകെ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നതൊന്നും പറഞ്ഞിരിക്കേണ്ട. മെയിനായിട്ടും കമ്പനി ബോർഡ് LGS ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കിയൊക്കെ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ എഴുതി പോകുക. ഉറപ്പായിട്ടും നമ്മൾ ലിസ്റ്റിൽ പെടും. കമ്പനി ബോർഡ് നമ്മൾ സിൻസിയറായിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലിസ്റ്റിലൊക്കെ നമ്മൾ ഉൾപ്പെടും. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽപ്പുണ്ട്. അവരെല്ലാവരും സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പേരെ കണക്കെടുത്തില്ലെങ്കിലും 1000 പേരെടുത്തു കഴിഞ്ഞാൽ അവർ പോരെ, നമ്മൾ ലിസ്റ്റിൽ പുറകായി പോകത്തില്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. നമ്മളുടെ പഠിത്തത്തിലെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.